ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ഈ സമ്മറിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്. പക്ഷേ ആൾ നമ്മുടെ കേച്ചേരി ടു വാഗഭാഗത്തേക്കൊക്കെ പോകുന്ന റോട്ടിൽ ആണ്, ഈ റോഡ് സൈഡിലാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങുമ്പോഴുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിതിന് അഡ്വാൻസോ അല്ലെങ്കിൽ റെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല, മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇത് ഒരു ടെൻറ്റ് കെട്ടാനുള്ള അല്ലെങ്കിൽ ഒരു ഷെഡ് ഉണ്ടാക്കാനുള്ള ഒരു സ്പേസ്, ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സോഡ സർബത്ത് അതുപോലെ മോരും വെള്ളം സംഭവങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് കയറുന്നുണ്ട്. നല്ല ചൂടാണല്ലോ, അപ്പോൾ ആളുകൾക്ക് എപ്പോഴും തണുത്തത് എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനൊക്കെ ഉള്ള ഒരു ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വെച്ചാൽ, അപ്പോൾ ചെറിയ മുതൽ മുടക്കിലൊക്കെ നിങ്ങൾക്കൊരു ബിസിനസ് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടേതായിട്ടുള്ള ഏരിയകളിൽ ഇതുപോലെ ഹൈവേയുടെ സൈഡൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നല്ല സ്പോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ കഴിയും, നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും ചെറിയ രീതിയിലിട്ട്. അപ്പോൾ ഡെയിലി നമുക്കൊരു 1500-2000 രൂപ. ഇപ്പോൾ ഈ ഒരു ആൾ ഡെയിലി ഒരു 1500-2000 രൂപ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത് പക്ഷേ കുറച്ച് സാധനങ്ങളുള്ളൂ എങ്കിൽ കൂടി ജ്യൂസ് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ആകെ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ മോരും വെള്ളമുണ്ട്, സോഡ സർബത്തുണ്ട്, അതേപോലെ തന്നെ പേരക്ക ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ലിക്വിഡ് സിറപ്പ് വെച്ചിട്ടുള്ള ഒരു ജ്യൂസും കാര്യങ്ങൾ അത് വേറെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ജ്യൂസും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിലത്ത് നല്ല ചൂടുള്ള സമയത്ത് ആളുകൾക്ക് കുടിക്കാൻ പാകമായിട്ടുള്ള ജ്യൂസും കാര്യങ്ങളും ഫ്രൂട്ട്സ് അതേപോലെ തന്നെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഷമാം സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നല്ല ഫാമിലി ആളുകൾ വണ്ടിയൊക്കെ നിർത്തി എപ്പോഴും ജ്യൂസ് കുടിക്കാനൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾക്കിപ്പോൾ ഇതിന് നമ്മൾക്കൊരു അഡ്വാൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇൻറ്റീരിയൽ ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ റെൻറ്റ് കണ്ടെത്തുക, അങ്ങനത്തെ ഒരു സംഭവമില്ല. നമുക്കിതൊരു നല്ല ഒരു ഹൈവേയുടെ സൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ കുറച്ച് പൈസ മുതൽ മുടക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച്, അല്ലെങ്കിൽ തണ്ണിമത്തെടുത്ത് ജ്യൂസ് അടിച്ച് വെച്ച് ഒരു ബക്കറ്റിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു 10, 25, 30 രൂപ ഒക്കെ റേറ്റ് ഇട്ടിട്ട് നമുക്കിത് കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സോഡ സർബത്ത്, അതുപോലെ മോരും വെള്ളം, ഇപ്പോൾ ഇളനീരൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇളനീര്. ഇതിനെ കുറിച്ചിട്ടുള്ള നമ്മൾ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ സമ്മറിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്യാമെന്ന് കുറിച്ചിട്ടുള്ളൊരു വീഡിയോസ് നമുക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി ഞാൻ ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനൊരു ഷോപ്പ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഉപകാരമാകുമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ രീതിയിൽ ആളുകൾക്ക് തുടങ്ങാൻ സഹായമാകുന്ന രീതിയിൽ ആവട്ടെ എന്നുള്ള രീതിയിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന കുറച്ച് ബിസിനസ്സിൽ പെട്ട ഒരെണ്ണമാണ്. കാരണം ഈ പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലത്ത് ഇപ്പോൾ നല്ല ചൂടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല പൊള്ളണ ചൂടാണ്. അപ്പോൾ ആളുകൾ നല്ല രീതിയിൽ ഇതുപോലെയുള്ള തണ്ണിമത്തൻ ജ്യൂസും അല്ലെങ്കിൽ പേരക്കായാലും അല്ലെങ്കിൽ മറ്റു കൂൾ ഡ്രിങ്ക്സ് ആണെന്നുണ്ടെങ്കിലും ഇളനീരാണെന്നുണ്ടെങ്കിലും മോരും വെള്ളമാണെങ്കിലൊക്കെ ആളുകൾ ഇറങ്ങി കുടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ തന്നെ നിങ്ങൾക്ക് ജ്യൂസായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നല്ലൊരു ഹൈവേയുടെ സൈഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അത് നിങ്ങളെ നാട്ടിൽ നിങ്ങളെ പ്രദേശം ഏതാണ് അവിടെ നിങ്ങൾക്ക് നല്ലൊരു ഹൈവേയുടെ ഒരു ഏരിയ കുറച്ച് വണ്ടികൾക്കൊക്കെ നിർത്താൻ പറ്റിയ, ഇപ്പോൾ ബൈക്കാണ് ബൈക്കിന് അല്ലെങ്കിൽ 1-2 കാറൊക്കെ നിർത്താൻ പറ്റിയ ഒരു സൈഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ സംഭവം സെറ്റ് ചെയ്യാൻ കഴിയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വലിയ മുതൽ മുടക്കൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സീസൺ കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് മറ്റു സംഭവങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് ഇതിനൊരു വലിയൊരു ബിസിനസ്സാക്കി എടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു സീസൺ ചൂടൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് പച്ചക്കറിയും അതുപോലെ കിഴങ്ങ് സംഭവങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് അത് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാം. പക്ഷേ നമുക്ക് കുറച്ച് ഫണ്ട് വെച്ചിട്ട് നമ്മൾക്ക് എന്താ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നൊരു സംഭവമാണ്. പെട്ടെന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഡെയിലി നല്ല ക്യാഷ് ഫ്ലോ ഉണ്ടാവാനും ദിവസവും നമ്മളെ കയ്യിലേക്ക് പൈസ വരുന്ന രീതിയിൽ. ഇതിപ്പോൾ ഒരു വെയിലായതുകൊണ്ടാണ് കേട്ടോ അത് ആൾക്ക് മറച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തുന്നുള്ളൂ നിങ്ങൾക്ക് കാണാനൊക്കെ ആയിട്ട്. കാരണം ഇതിന് നമ്മൾക്ക് ഈ ഒരു സംഭവം, ഈ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് വലിയ അറിവോ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല, സ്കില്ലൊന്നും ആവശ്യമില്ല. നമുക്ക് ഏതൊരു സാധാരണക്കാരനും ചെറിയ പൈസയിൽ
സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബിസിനസ് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ പുതിയ ബിസിനസ്സൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ദിവസം ഒരു 2000-2500 റുപ്യ ഒക്കെ നല്ല രീതിയിൽ കിട്ടും എന്നാണ്. കാരണം ഈ ഒരു വ്യക്തി പറയണത് അദ്ദേഹം 5 വർഷമായിട്ട് ഇതേ ഏരിയയിൽ തന്നെ സീസണിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് ഇവിടെ തുടങ്ങാറുണ്ടെന്നാണ്. അപ്പോൾ സീസണിൽ ഇത് നല്ലൊരു സീസണിൽ നല്ല സാധനങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഒരു 10,000 റുപ്യൊക്കെ ദിവസം ഉണ്ടാക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടെന്നാണ്. പക്ഷേ എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് എല്ലാ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു 2,000 രൂപ 2,500 രൂപ നമുക്ക് മാറ്റി വെക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ഒരു സംഭവത്തിനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ നമുക്ക് തുടക്കത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ പൈസ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ചെറിയ പൈസ വെച്ചിട്ട് തന്നെ നമുക്ക് ആ തുടക്കത്തിൽ കുറച്ച് ജ്യൂസ് അടിക്കാൻ കഴിയുന്ന കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ചൂടുകാലത്ത് നമുക്ക് വാട്ടർ മെലൺ പോലത്തെ സാധനങ്ങൾ, അതേപോലെ തന്നെ മോരും വെള്ളം, ഇളനീര്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ജ്യൂസ് അടിക്കാൻ കഴിയുന്ന കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യക്കാർ വരുന്നതനുസരിച്ച് നമുക്കൊരു പുറത്തൊരു ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫാമിലീസൊക്കെ കയറും. കാരണം എന്തെങ്കിലും കുടിക്കണമെന്നിങ്ങനെ നല്ല ചൂടിൽ എന്തെങ്കിലും തണുത്തത് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണുന്ന സമയത്ത് ആളുകൾ അത് കുടിക്കാൻ ശ്രമിക്കും. കാരണം ബോട്ടിൽ ജ്യൂസൊക്കെ കുടിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിലേക്കാണ് അട്രാക്ഷൻ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റ് പരിപാടികളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്കൊരു എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ ഒരു സമ്മർ ടൈം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ സമ്മറിൽ തുടങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബിസിനസ്സുകളിൽ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ബിസിനസ്സുകളിൽ പെട്ടൊരു ബിസിനസ്സും കൂടിയാണ്. കാരണം എല്ലാ ആളുകളും നിർത്തി, ഫാമിലി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത് നിങ്ങളെ കസ്റ്റമർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കാം, ട്രൈ ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള നിങ്ങൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട